ഡെലിവറി കഴിഞ്ഞാൽ എല്ലാം ഈസിയാണെന്ന് കരുതിയോ? റിയാലിറ്റി വേറെയാണ്. ഇത് ആഡ്സ് അല്ല, ട്രെൻഡല്ല. ഡെലിവറി കഴിഞ്ഞ ആദ്യ 7 ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിച്ചത് മാത്രമാണ് എന്ന് പറയുന്നത്. ഹായ് അമ്മമാരെ, ഡെലിവറി കഴിഞ്ഞ ആദ്യ വീക്ക് എന്നത് പെയിൻ, ഇമോഷൻ, സ്ലീപ്ലെസ് നൈറ്റ്, ഹീലിംഗ് എല്ലാം മിക്സ് ഒരു ഫേസാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് മുതൽ ഫസ്റ്റ് വീക്ക് വരെ എനിക്ക് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഷെയർ ചെയ്യുകയാണ്. ഒന്നാമതായി ബോഡി ഹീലിംഗ് എസെൻഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റർനിറ്റി പാഡ്സ് അല്ലെങ്കിൽ അഡൾട്ട് ഡയപ്പേഴ്സ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഹെവി ബ്ലീഡിംഗ് ഉണ്ടാകും. അതുകൊണ്ട് നോർമൽ പാഡ്സ് മതിയാവില്ല, ഡയപ്പേഴ്സാണ് ഏറ്റവും കംഫർട്ടബിൾ. ഈ സമയത്ത് ബാക്ക് പെയിൻ, അബ്ഡോമിനൽ പെയിൻ ഉള്ളതുകൊണ്ട് വാം വാട്ടർ ബോട്ടിൽ ലൈഫ് സേവ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വാം വാട്ടർ ബോട്ടിൽ കൊണ്ട് കംപ്രസ് ചെയ്യുമായിരുന്നു. ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ പെയിൻ റെഡ്യൂസ് ചെയ്യാനായി പെരിനീൽ കെയർ ബോട്ടിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത പെയിൻ റിലീഫ് മെഡിസിൻ യൂസ് ചെയ്തിരുന്നു. ഒരിക്കലും സെൽഫ് മെഡിക്കേഷൻ ചെയ്തിട്ടില്ല. ബ്രസ്റ്റ് ഫീഡിംഗ് റിയാലിറ്റി. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് നിപ്പിൾസ് ക്രാക്സ്, പെയിൻ ഉണ്ടാകുന്നത് സാധാരണയായിരുന്നു. നിപ്പിൾ ക്രീം ലൈഫ് സേവർ ആയിരുന്നു. സോഫ്റ്റ് കോട്ടൺ ബ്രാ ആണ് യൂസ് ചെയ്യേണ്ടത്. ടൈറ്റ് ബ്രാ അവോയ്ഡ് ചെയ്യണം. ബ്രസ്റ്റ് പാഡ്സ്, ലീക്കിംഗ് ബ്രസ്റ്റ് മിൽക്ക് ഈസ് റിയൽ. അതുകൊണ്ട് ഡേ ആൻഡ് നൈറ്റ് പാഡ് യൂസ് ചെയ്തിരുന്നു. മൂന്നാമതായി ബേബിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ന്യൂ ബോൺ ഡയപ്പേഴ്സ്, സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത്സ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ബേബി വൈപ്സ്, സ്വാഡൽ ക്ലോത്ത് ഇതുപോലത്തെ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. നാലാമതായി ഫുഡ് ആൻഡ് എനർജി. വാം ഫുഡ് മാത്രം കഴിക്കുക. കഞ്ഞി, സൂപ്പ്, ജീര വാട്ടർ യൂസ് ചെയ്യുക. ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക. വെള്ളം, ഹെർബൽ ഡ്രിങ്ക്സ് ഇതൊക്കെ മിൽക്ക് സപ്ലൈ കൂട്ടും. ആദ്യത്തെ ആഴ്ചകളിൽ വെയിറ്റ് ലോസിന് ഫോക്കസ് ചെയ്യരുത്. ക്ലീൻ ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യുക. അഞ്ചാമതായി ഇമോഷണൽ റിയാലിറ്റി. ഒരു കാരണവുമില്ലാതെ കരച്ചിൽ വരിക, എന്തൊക്കെയോ ആലോചിച്ച് വരീഡാവുക, പേടി, സന്തോഷം രണ്ടും ഒരേ സമയത്ത് അനുഭവപ്പെടും. ഇതൊരിക്കലും വീക്ക്നെസ് അല്ല. പോസ്റ്റ്മോർട്ടം മിക്സ്ഡ് ഇമോഷൻ നോർമലാണ്. ഈ സമയത്ത് പാർട്ട്ണറുടെ സപ്പോർട്ടും വീട്ടുകാരുടെ കെയറും എല്ലാം വളരെ അത്യാവശ്യമാണ്. ഹെൽപ്പ് ചോദിക്കുന്നതിന് ഹെസിറ്റേറ്റ് ചെയ്യരുത്. ആറാമതായി ഞാൻ അവോയ്ഡ് ചെയ്ത കാര്യങ്ങൾ. ഒരുപാട് ഫാൻസി പോസ്റ്റ്മോർട്ടം കിറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പിറകെ പോവാതെ എനിക്ക് അത്യാവശ്യമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വെയിറ്റ് ലോസിനെ കുറിച്ചോ വെയിറ്റ് ലോസ് ബെൽറ്റിനെ കുറിച്ചോ ഒന്നും ഞാൻ വറീഡ് ചെയ്തിട്ടില്ല. ഫൈനലി റെസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സമയത്ത് വേണ്ടത് റെസ്റ്റ്, സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഹീലിംഗ് ടേക്ക് ടൈം. ഈ വീഡിയോ ഒരു അമ്മയ്ക്കെങ്കിലും ഞാൻ നോർമലാണ് എന്ന് ഫീൽ ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് അതാണ് ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്. ന്യൂ മോംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ ഇടൂ. ഈ വീഡിയോ മറ്റൊരു അമ്മയിലേക്ക് ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.